പുതുമുഖ നായകന്മാരും സംവിധായകനും ഒന്നിച്ചപ്പോൾ ബോക്സ് ഓഫീസിൽ പല റെക്കോർഡുകളും തകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സഫിൻസ സംവിധാനം ചെയ്ത വാഴ 2 50 കോടിയും കടന്ന് അത്ഭുതകമായ റണ്ണിംഗ് ബോക്സ് ഓഫീസിൽ നടത്തുന്നു. 80 കോടിയോളം ഇന്ന് വരെ നേടിയിരിക്കുന്നു. ഈ വർഷം മോളിവുഡിലെ അടുത്ത 100 കോടിയായി വാഴ 2 മാറുമെന്നാണ് കണക്കുകൂട്ടൽ. ഇപ്പോഴിതാ കേരള ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡ് നേടിയിരിക്കുകയാണ് ഹാഷിറും സംഘവും. കഴിഞ്ഞ ദിവസം ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം 8 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു. മോഹൻലാൽ അല്ലാതെ മറ്റൊരു മലയാള ചിത്രവും ഇതുവരെ കേരളത്തിൽ നിന്ന് ഒരു ദിവസം 8 കോടിക്ക് മുകളിൽ നേടിയിട്ടില്ല. എമ്പുരാൻ ആദ്യ ദിനം 14 കോടിയോളം നേടിയതാണ് നിലവിലെ ഏറ്റവും ഉയർന്ന സിംഗിൾ ഡേ കളക്ഷൻ. വിജയ് നായകനായി ലിയോയും ആദ്യ ദിനം 12 കോടിയോളം കളക്ഷൻ നേടിയിരുന്നു. കേരളത്തിൽ ഏറ്റവും ഫാൻസുള്ള മോഹൻലാലിനും വിജയ്ക്കും അത്തരം റെക്കോർഡുകൾ ഇടുന്നത് വലിയ കാര്യമല്ല. എന്നാൽ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഫാൻ ബേസുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ ബോക്സ് ഓഫീസിൽ നിന്ന് ഇത്രയും വലിയ കളക്ഷൻ നേടിയെടുക്കുന്നത് കയ്യടി അർഹിക്കുന്ന കാര്യമാണ്. ആദ്യ വീക്കെൻഡിലും റെക്കോർഡ് കളക്ഷനാണ് ചിത്രം നേടിയത്. റിലീസ് ചെയ്ത് 4 ദിവസം കൊണ്ട് 50 കോടി നേടിയ വാഴ 2 ഇതിനകം തന്നെ 84 കോടി കളക്ട് ചെയ്തു. മോഹൻലാൽ, വിജയ്, രജനീകാന്ത് എന്നിവർക്ക് ശേഷം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു ദിവസം 7 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ താരമെന്ന ഹാഷിറും ടീമും മാറിക്കഴിഞ്ഞു. വാഴയുടെ ആദ്യ ഭാഗത്തിൻ്റെ കളക്ഷൻ 41 കോടി മാത്രമാണ്. ഇതിൽ വെറും 3 ദിവസം കൊണ്ട് മറികടന്ന വാഴ 2 100 കോടി ക്ലബ്ബിൽ ഇടം പിടിക്കുന്ന സാധ്യതകൾ ഏറെയാണ്. സമ്മർ വെക്കേഷൻ്റെ ആനുകൂല്യം ചിത്രത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. വിഷു റിലീസായി എത്തുന്ന സിനിമകളെ റിപ്പോർട്ട് അനുസരിച്ചാകും വാഴ 2ൻ്റെ ഭാവി കുതിപ്പ്. ടൊവിനോ നായകനാകുന്ന പള്ളിച്ചട്ടമ്പി, സൈജു ക്രോപ്പിൻ്റെ മോഹിനിയാട്ടം, തമിഴ് ചിത്രം ലവ് ഇൻഷുറൻസ് കമ്പനി എന്നീ ചിത്രങ്ങൾ അടുത്ത ആഴ്ച തിയേറ്ററിലെത്തും. ഈ സിനിമകളെല്ലാം മറികടന്ന് വാഴ 2വിന് പിടിച്ചു നിൽക്കാനാകുമോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച വാഴ 2 ഇനിയും പല റെക്കോർഡുകൾ സ്വന്തമാക്കുന്നതാണ് കണക്കുകൂട്ടൽ.